കാരി താൻ പുറത്തു പോയിട്ട് ആ കൂട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാം, നമുക്ക് സംസാരിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? ഞാൻ ഒറ്റക്കാ. അല്ലാതെ പിന്നെ മണ്ടുമ്പാ ഇല്ലെങ്കിൽ ഉണ്ണി കൂട്ടിക്കോ. കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരാളുണ്ട്. അതിൽ എങ്ങനെ മനസ്സിലാവും സാറേ? പോയി നോക്കി അറിഞ്ഞൂടെ ചെല്ലേ. എറിയാത്ത ഒരാളെ നോക്കിയാൽ മതി. കൂട്ടത്തിൽ വെടിപ്പുള്ള ഒരാളെ വിളിച്ചിട്ടുണ്ട് സാറേ. അത് മനസ്സിലാകും. നിങ്ങൾ അങ്ങോട്ട് ഞാൻ നിന്നോളാം. അല്ല ഇല്ല സാറേ, സാറൊന്നല്ല കേട്ടോ. ഞാൻ കണ്ടോ സാനിറ്റൈസർ കൊടുക്കും. ഇതെന്താണ് പുറത്ത് ഇത്ര പാടം? അല്ല ബഹളം എന്താ നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ല? അല്ലാതെ എന്താണ് എന്താണ് ചോദിച്ചാ, ഞാൻ അടക്കമുള്ള 12 ആളുകൾക്ക് സ്ലോട്ട് കിട്ടിയിട്ട് ഇവിടെ വന്ന് ഇവിടെ എത്തിയപ്പോ വാക്സിൻ ഇല്ല. ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കാം? എന്റെ സുഹൃത്തെ, നിങ്ങൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ പറയും. നമുക്ക് ആകെ അനുവദിച്ചിട്ടുള്ള സ്ലോട്ട് എന്ന് പറയുന്നത് 100 അതിൽ തന്നെ 88 ഡോസ് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബാക്കി 12 ഡോസ് കിട്ടിയിട്ടില്ല. ഈ 12 ഡോസിന് വേണ്ടി DMO ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പുറത്തു നിന്ന് ബഹളം വെച്ചുകൊണ്ട് എന്ത് കാര്യമാണ് സാർ? അതൊന്നും ഞമ്മക്കറിയില്ല. ഞമ്മക്ക് ഇന്ന് ഇവിടെ വാക്സിനേഷൻ കിട്ടുന്ന ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവർക്ക് അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുക? ജനങ്ങൾ പറയണെന്താ നിങ്ങൾക്ക്? നിങ്ങളിത് മറച്ചു വെക്കുകയാണ്. എന്റെ സാറ് അങ്ങനെയൊന്നും പറയില്ലേ. ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. എന്ത്? ഞങ്ങൾ രാവിലെ ഇവിടെ വരണാണ്. എപ്പോഴാ തിരിച്ചു പോണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭക്ഷണം പോലും ഞങ്ങൾ കഴിക്കണില്ല. അല്ല അതൊക്കെ നേരെ വയ്ക്കും. പക്ഷെ നിങ്ങൾക്ക് 2 ഡോസും കിട്ടിയില്ലേ? നിങ്ങൾക്ക് 2 വാക്സിനേഷൻ എടുത്തില്ലേ? നമ്മളൊക്കെ എന്താ എടുത്തത്? എനിക്ക് ഒന്നുപോലും കിട്ടിയില്ല. ജനങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കിട്ടാത്ത ആൾക്കാരെ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. അവിടെ പോയ ഓർക്ക് നന്നായി കായിട്ടു. അത് നിങ്ങൾക്ക് കമ്മീഷനും കിട്ടിയേക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്കിപ്പോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? അല്ല എനിക്ക് മനസ്സിലായി. ഈ മനസ്സിലായ കാര്യങ്ങൾ ദയവ് ചെയ്ത് അവരോട്. അല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടിലെ കഥ അറിയാമെങ്കിൽ അവിടെയുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും 1-2 വാക്സിൻ കിട്ടിക്കണം. ഇതെങ്ങനെയാ സാറ് പറയണ സമാധാനമായിട്ട്? അല്ല കാര്യം ഇല്ല പറയണല്ലോ. ഓരോ വീട്ടിലൊക്കെ കിട്ടണം. അപ്പൊ എന്താ അവിടെ കയ്യൊക്കെയുള്ള കാര്യക്കാരനാവുക? കരയുന്ന കുട്ടിക്ക് അവിടെ പാലുള്ളൂ, സാധാരണക്കാർക്ക് കിട്ടൂല. അതാണ് കഥ. അതിൽ ജനങ്ങൾക്ക് പ്രതിഷേധം അതാണ്. നമുക്ക് എഴുതി കിട്ടൂന്നേ. ഈ 750 ഉറുപ്പിക കൊടുത്താൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ കിട്ടാണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കാനുള്ള വകുപ്പ് ഞമ്മക്കില്ല സാറേ. അതുകൊണ്ടാണ് സാറ് പുറത്തു പോയി പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് വേണേ മണ്ട് കുത്തുവെച്ച് കൊടുക്കും. പക്ഷെ അതിൽ മരുന്നുണ്ടാവൂല എന്ന് മാത്രം. നിങ്ങളത്തെ മക്കളൊക്കെയാണ്. അല്ല അത് കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അതാണ് സാധാരണക്കാരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിങ്ങനെ ഒന്ന് കിട്ടി ഒരു സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് കിട്ടുന്നുള്ള അങ്ങനെ വിചാരിച്ചെങ്കിൽ വന്നിട്ട് ഇത് കിട്ടൂല എന്ന് പറയുമ്പോൾ സങ്കടം തല്ലോ. വെയിലും കൊണ്ടിട്ടാ സാറേ നിൽക്കണേ. ഒരു തുള്ളി വെള്ളം നമ്മൾ കുടിച്ചില്ലേ? രാവിലെ പേരെന്ന് ഇറങ്ങിയതാ. ഇപ്പൊ മൊയ്തൂന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമ്മക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ഈ വിവരം പുറത്തു ആ ബഹളം ഉണ്ടാക്കുന്ന ആളുകളോട് ഒന്ന് പോയി പറയും പ്ലീസ്. ഞാനോ? പിന്നെ അല്ലാതെ ഞാനോ? പിന്നെ ആ 12 ഡോസും മരുന്നിന്റെ കാര്യം അതിന് ഞാൻ DMO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്കത് കിട്ടുന്ന മുറക്കി സമയം എത്ര വൈകിയാലും ഒരു പ്രശ്നമില്ല. ഞങ്ങളത് കൊടുത്തിട്ടേ പോകുന്നു. അല്ല പറയാൻ ഞാൻ പറയാ. എന്റെ ചങ്ങായന്മാർ ചിലപ്പം കേട്ടേക്കും. പക്ഷെ വേറെ കുറെ അറാൻ പറഞ്ഞ ചങ്ങായന്മാരുടെ ഓർക്കുന്ന പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ചില്ലിനൊക്കെ കല്ലെറിയാൻ നിൽക്കുകയാണ് അവര്. നിങ്ങൾ പോലീസിനൊന്ന് വിളിച്ചു വെച്ചോളി. എന്തായാലും ഞാനതെല്ലാം പോയി പറയാം കേട്ടോ. നിങ്ങൾ വരും കൂടെ. വരില്ല സാറ് പറഞ്ഞ് മനസ്സിലാക്കിയാ വരാം. ഞാൻ പോയി പറഞ്ഞു. പണ്ടാറടങ്ങാൻ വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. ഉള്ളതിൽ കൂതറായി പോയി വന്നത്.
വിവരം പോയി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ പ്രശ്നം. ആർക്കറിയാം സാറ് പോലീസിനെ വിളിച്ചാലോ? സാറേ ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ? മൊയ്തു അയാൾ ആളുകൾ പിടിച്ചിട്ട് തല്ലി. പുള്ളി നമ്മുടെ അടുത്ത് വന്ന് സ്വാധീനിച്ചിട്ട് അയാൾക്ക് കുത്തുവെച്ച് മറ്റുള്ളവരെ പറ്റിച്ചെന്നും പറഞ്ഞിട്ട് അയാളായിട്ട് പട്ടിനെ തല്ലണ പോലെ തല്ലാണ്. ഞാൻ ഷട്ടറിട്ടുണ്ട് ഇങ്ങോട്ട് പോന്നു. ഇതാരോട് പറയാനാണ്? വെളിവ് വേണ്ട ആർക്കെങ്കിലും? ഇങ്ങനെ പുറത്തേക്ക് പോലെ വീട്ടിലേക്ക് ഇന്ന് പോക്ക് നടക്കുമെന്ന് വന്നല്ല, തല്ലുറപ്പാണ്. പറയ്. എന്റെ സാറേ അവിടെ ഇരിക്കേ. ആ മാസ്ക് കേട്ടേ. മാസ്ക് മുഖത്തേക്ക് ഇടുക. അത് അങ്ങനെ ഇടാനുള്ളതാണല്ലോ. എന്റെ സാറേ, സാറി അറിഞ്ഞു വെച്ചേക്കുന്നതൊക്കെ പച്ച നുണയാണ്, പച്ച നുണ. സത്യം സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ PH സെന്ററിൽ ഇന്ന് 100 സ്ലോട്ടാണ് ഉണ്ടായിരുന്നത്. 100 സ്ലോട്ടിൽ 82 പേരെ വന്നിട്ടുള്ളൂ. എത്ര? അതൊക്കെ അറിയാം, പറയൂ. ബാക്കി 18 സ്ലോട്ട് ആളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് ആശാ വർക്കർ എന്നെ വിളിച്ച് പറയണം ആദ്യം. ആശാ വർക്കർ എന്നെ വിളിച്ച് ആദ്യം പറയും. പറയൂ. അത് പ്രകാരം ഞാൻ 20 പേരെയും കൊണ്ടുവന്നു. 20 പേരെയും കൊണ്ട് ഞാൻ വന്നു. 18 പേരെ പറഞ്ഞു. പക്ഷെ അതിനു മുമ്പേ ഈ സതീശൻ എന്ന് പറയുന്ന എതിർ മെമ്പർ, എന്റെ എതിർ കക്ഷി മെമ്പർ, അവൻ 25 പേരെയും കൊണ്ടുവന്നിട്ട് അവരാളുകൾക്ക് വാക്സിൻ എടുത്തിട്ട് പോയി. ഇത് തെമ്മാടിത്തരമല്ലേ സാറേ? എൻ്റെ സാറേ, ആ ആശാ വർക്കർ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. 18 ഡോസ് അധികം ഉള്ളതുകൊണ്ട് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മെമ്പർമാരായി ഈ 2 പേരെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ സാർ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവര് കറക്റ്റ് 2 പേരും അർഹതപ്പെട്ട ഒരു 18 പേരെ തെരഞ്ഞെടുത്ത് പോയിട്ട് ആ ഡോസ് കൊടുക്കല്ലേ വേണ്ടത്? ഇവര് രാഷ്ട്രീയം കളിച്ചിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ആളെ കൂടുതൽ കൊണ്ടുവന്ന് മനഃപൂർവ്വം അവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. മാസ്ക് കയറ്റി വെക്ക്. താനിത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇറക്കണ എവിടേക്കാ സാറേ? ഇത് ഇങ്ങനെ ശീലമായിപ്പോയി. അതൊക്കെ തന്നെ ഈ നാട്ടിലെ പ്രശ്നം. സംഭവം ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു ജനപ്രതിനിധിയാണ്. അപ്പൊ എനിക്ക് എന്താ, എന്റെ വാർഡിലുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വാക്സിൻ കൊടുക്കാന്നേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. ആയിക്കോട്ടെ, അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ അതിനുവേണ്ടി എന്റെ ആൾക്കാരായിട്ട് ചെന്നപ്പോ സതീശൻ അതിനുമ്പ് വാക്സിൻ എടുത്തു പോയി. എനിക്ക് ഇന്ന് കിട്ടിയത് 0 ഡോസ്. എന്റെ ജനങ്ങളെ മുമ്പിൽ ഞാൻ വെറും വട്ടപൂജയായി പോയി. വരൂ. എന്താണ്? എന്താ പ്രശ്നം? എന്നെ രക്ഷിക്കണം സാറേ. ഏതാ വാർഡ്? ഞാൻ ചോദിച്ചോളാം കേട്ടോ. മാസ്ക് എവിടെ? മാസ്ക് അത് കഴിച്ചിട്ടാ വന്ന്. മാസ്ക് മാസ്ക് ഇല്ലേ മുഖത്ത് വെക്കുന്ന മാസ്ക് എവിടെ? അത് എന്റെ കയ്യിൽ. അടുത്ത് മുഖത്ത് വെക്കേ. പോക്കറ്റിൽ വെക്കാനുള്ളതല്ല, മുഖത്ത് വെക്ക്. ഹാർട്ടിന്റെ രോഗമുള്ള ആളാണ് സാറേ, ശ്വാസം മുട്ടും. അതൊന്നും പറഞ്ഞ പറ്റില്ല, വെക്ക്. നിങ്ങളെ മുഖത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ അതിന് മുമ്പ് മുട്ടും. ഞാൻ ചത്താ നിങ്ങൾ സമ്മാനം പറഞ്ഞാൽ മതി. നേരെ വെക്ക്. വാക്സിൻ എടുത്താണോ? വാക്സിൻ എടുത്തോ? ഭക്ഷണം കഴിച്ചാണ്. അതല്ല ചോദിക്കണ്ട. ഹലോ, ഇന്ന് ഇങ്ങോട്ട് ഇരുന്നോ? ഇവിടെ ഇരുന്നോ? അല്ല, സാർ ഇവിടെ ഇരുന്നോ? കാര്യങ്ങൾ ചോദിക്കാം. സ്റ്റേഷനിലെ കാര്യം സാറ് നോക്കിക്കോളൂ കേട്ടാ. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം എന്താണ് ഇപ്പോ? എന്റെ കട തന്നെ പൊളിച്ച്. ആര്? ഈ സാമൂതിരി ദ്രോഹികള്. ആരപ്പ എത്ര വലിയ ദ്രോഹികള്? അവിടെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ എവിടെ കട എവിടെയാ? കട എവിടെയാണ്? എന്റെ കട ആ പാലത്തിന്റെ തൊട്ട് അപ്പുറത്താണ്. എന്നാ സംഭവം? എന്നാ? സാറേ 12 വാർഡ്, സതീശന്റെ വാർഡ്. ഉണ്ടായിരിക്കണോ? എന്ത് കടയാ? എന്ത് കടയാ? ബാർബർ ഷോപ്പ്. എന്നാ സംഭവം? ഇന്നലെ. ഇന്നലെ കട തുറന്നോ? ഇന്നലെ കട തുറന്നു. അപ്പൊ ഇന്നലെ ശനിയാഴ്ചയാണ്, കട തുറക്കാൻ പാടില്ല എന്നറിയില്ലേ? ബാർബർ ഷോപ്പ് തുറക്കാൻ പാടില്ല. എനിക്ക് അറിഞ്ഞൂടായിരുന്നു സാറേ. ആളുകൾ വന്ന പിന്നെ വെട്ടാതിരിക്കാൻ നിവൃത്തിയുണ്ടോ? ഒരു കാര്യം ചെയ്യ്, ഒരു 500 രൂപ പെള്ള അടച്ചിട്ട് പോയിക്കോ കേട്ടാ. കഞ്ഞി വെക്കാൻ കാശില്ലാത്തോടത്ത് 500 രൂപ ഞാൻ എവിടെ നിർത്തുമായിരുന്നു സാറേ. കട തുറക്കാനുള്ള ബോധം ഉണ്ടായല്ലോ. കട തുറക്കാൻ തോന്നിയല്ലോ ശനിയാഴ്ച. അപ്പൊ 500 രൂപ അടച്ചോ കേട്ടാ. എന്റെ കയ്യിലില്ല. വീട്ടിലാരെങ്കിലും ഉണ്ടോ? വീട്ടില് 12 മക്കളുണ്ട്. 12 മക്കളുണ്ടോ? പിന്നെ അവരുടെ പേരക്കുട്ടികളെല്ലാം 10-20. അപ്പൊ ഒരു കാര്യം ചെയ്യ്, 12 മക്കളിലെ
ഒരു 10 മക്കളോട് 40 രൂപ തരാൻ പറയാ. പിന്നെ 2 മക്കളോട് ഒരു 50 രൂപ വെച്ചും തരാൻ പറയാം. അപ്പൊ 500 അത്രേ ഉള്ളൂ. ഒരു നിവൃത്തിയിൽ അതാണ്. അവിടെ ഇരുന്നോളൂ കേട്ടാ. ഫോൺ വിളിച്ചാൽ മതി, മക്കള് വന്ന് കൊണ്ടുവിട്ടോ. അവിടെ ഇരുന്നോളൂ. എന്നിട്ട് പരാതി എഴുതി കൊടുത്തോളൂ. കട പൊളിച്ചതിന്റെ പരാതി സാറിനോട് പറഞ്ഞാൽ അത് എഴുതി മേടിക്കാം കേട്ടോ. നീ കട തുറന്നതിന്റെ 500 അടച്ചോളൂ. നടക്ക് ചില്ലു വിളിച്ച ഞാൻ നോക്കാം, ഞാൻ വന്ന് എഴുതിയെടുക്കാം. ഞാൻ എഴുതിയെടുക്കാണ്. നടക്ക് ആള് ഇത്തിരി നല്ല സൂത്രക്കാരനാ. നടക്ക്. അപ്പൊ മന്നതാ നമ്മൾ പറഞ്ഞ വിഷയം സതീശന്റെ എന്റെ എതിർകക്ഷി സതീശൻ മന്നതാ. ഈ സതീശൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഞങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷയും കൊടുക്കണം. അല്ല, അതിനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങളെപ്പോലുള്ള ആളുകൾ, അതായത് ഈ പറഞ്ഞ മാതിരി പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ വലിയ വിഷയങ്ങളല്ലേ, നാണക്കേടുള്ള കാര്യമല്ലേ? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? സാറ് ഇപ്പൊ പറഞ്ഞു തന്ന റൂട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി സാറേ. എന്താണ്? ഞങ്ങള് അല്ല അത് ഇടാം. അവര് ഭരണപക്ഷക്കാര്, ഞങ്ങൾ പ്രതിപക്ഷക്കാര്. ഞങ്ങൾക്ക് ഇപ്പോൾ ശബ്ദിക്കാൻ പറ്റൂല. ഞങ്ങളുടെ സാഹചര്യം എങ്ങനെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഭരണചക്രം മാറി വരും സാർ, അത് മറക്കണ്ട. മറക്കല്ല സാർ. നിങ്ങൾ ഭരണപക്ഷത്ത് വന്ന എന്തായിരിക്കും? പലതും നമ്മൾ ചെയ്യും. അല്ല, എന്താ ഇയാൾ ഉദ്ദേശിച്ചത്? എന്താ? അല്ല, ഭരണപക്ഷത്ത് വന്ന താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാമെന്ന് സാറിന് അറിയാലോ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഞാനൊരു മാന്യത കൽപ്പിക്കുന്നത് താനൊരു മെമ്പർ ആയതുകൊണ്ടാണ്. കൂടുതൽ ഡയലോഗ് അടിക്കരുത് ഇവിടെ നിന്നിട്ട്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ തൊഴിലാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഇടയിൽ ചെന്ന് അത് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് ശിക്ഷിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാ ഞങ്ങള് അല്ല പറയട്ടെ, അതാ ഞങ്ങൾ ചെയ്യുന്നത്. ഇയാൾ സതീശനെ ശിക്ഷിച്ചാലേ ഞാൻ എന്റെ കാര്യം അത് വേണ്ട. അത് സതീശനോ കുമാരനോ ഭാസ്കരനോ ഒന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്ത ആരാണെങ്കിലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അത് തെറ്റാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കുകയും ചെയ്യും. കോടിക്കണക്കിന് ആളുകൾക്കാണ് വാക്സിനേഷൻ നടത്തുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് മറയ്ക്കാനൊന്നും പറ്റില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ കയറി രാഷ്ട്രീയം കളിച്ച് തടസ്സപ്പെടുത്താൻ നിന്നാൽ രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ നോക്കില്ല, അടിച്ച് പല്ലിയങ്ങളെ കേട്ടാ അടിച്ചു പറഞ്ഞു. രാഘവൻ ഉണ്ടോ? രാഘവൻ, ആ സാനിറ്റൈസർ എടുത്ത്, സാനിറ്റൈസർ എടുത്ത്. രാഘവൻ, ആധാർ കാർഡ്. ഒരു നമ്പർ ഉണ്ടോ? നമ്പർ മെസ്സേജ് വന്ന നമ്പർ ഉണ്ടല്ലോ, കോഡ് നമ്പർ. അല്ല ചേട്ടാ, മറ്റേ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു ID നമ്പർ മെസ്സേജ് വന്നിട്ടുണ്ട് ഫോണിൽ. അതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് ഇതിൽ ആഡ് ചെയ്യണോ? എന്നാലേ നമുക്കത് വാക്സിൻ തരാൻ പറ്റുള്ളൂ. ഏതാ വാർഡ്? ഏതാണ് വാർഡ്? 16. രാഘവട്ടനാ എന്റെ മരിയച്ചന്റെ സുഹൃത്താണ്. രാഘവട്ട പോകുമ്പോ കൃഷിഭവന്റെ പോലെ അല്ലേ? കൃഷിഭവന്റെ ഓട്ടോറിക്ഷ ആക്കിട്ടല്ലേ? ഒരു 10 കവുങ്ങ് തൈ 2 തെങ്ങ് തൈ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഓട്ടോറിക്ഷ അങ്ങോട്ട് വെച്ചിട്ട് എന്റെ വീട്ടിലിറക്കാം. രാഘവട്ട വീട്ടിൽ പോയി. എനിക്കാവൂല, എനിക്ക് വേറെ എന്തെല്ലോ പണിയുണ്ട്. എടുത്തു വളർത്തി ആവശ്യമില്ലാത്ത ഇവിടെ ഇരിക്കും. AK രാഘവൻ 11-15. രാഘവൻ അല്ലേ? അതെ. ശരി. എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുന്നുണ്ടോ? പ്രയാസങ്ങൾ ഒരുപാടുണ്ട് സാറേ. അത് പറയാനേ ഇല്ല, ഒരുപാട് പ്രയാസങ്ങളാണ്. അതെ, അത് പറയണം. എന്ത് പ്രയാസമാണെങ്കിലും പറയണം, എന്നാലേ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റൂ. എന്നാ പറയാ, എൻ്റെ മൂത്ത മോന് ജോലിയൊന്നും ആയിട്ടില്ല. ഒരു മോളുണ്ട്, ഓള് കല്യാണം കഴിച്ചിട്ട് ഒരു ഇതായില്ല, നേരെ ആയിട്ടില്ല. എന്നാ ചെയ്യണ്ട്? അവൾക്ക് അതുങ്ങളാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടല്ല, ആ ബുദ്ധിമുട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരീരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോന്ന്? ഓ, അതങ്ങനെ അല്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ബുദ്ധിമുട്ടെല്ലാം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ. അതല്ല ശരീരത്തിന് പിന്നെ BP ഉണ്ട്. BP ഉണ്ടോ? BPക്ക് ഗുളിക കഴിക്കുന്നുണ്ടോ? BPക്ക് ഗുളിക കഴിക്കുന്നുണ്ട്. BPക്ക് ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം,
ഇപ്പൊ ഈ അസുഖത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊന്നും ഇപ്പോ മുടക്കണ്ട. ആ ആയിക്കോട്ടെ അതൊക്കെ അതേപോലെ പൊക്കോട്ടെ ആയിക്കോട്ടെ. കേട്ടാ. സാറേ ഏ? മറ്റേ അലർജിയുടെ ചോദിച്ചാല് മറ്റേ ആ, ജീവദാനം അയ്യോ അത് വലിയ വല്ലാപ്പാണ്. നിങ്ങൾക്ക് ഇനി മരുന്ന് കഴിക്കുമ്പോ വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഞാൻ ഗുളിക കഴിച്ചുകൊണ്ട് കൊണ്ടേ കഴിച്ചു. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല ഇല്ല. ആ അപ്പൊ ആകെ പൊല്ലാപ്പായിട്ടിരിക്കായിരുന്നു. ആ ആ അവിടെ എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിക്കണതേ നിങ്ങൾ എന്തെങ്കിലും ഒളിച്ചു വെച്ചാൽ തല്ലുകൊള്ളുന്നത് സാറിനിട്ടാണേ, അതെയാ അതുകൊണ്ടാണ്. ആ ഇല്ല ഇല്ല ഞാൻ എല്ലൊക്കെ കളവൊന്നും പറഞ്ഞിട്ട് പറയില്ല. കാര്യമില്ലല്ലോ. ആ പിന്നെ വാക്സിൻ എടുത്ത് കഴിയുമ്പോ ചിലപ്പോ ഒന്ന് പനിക്കും കേട്ടാ. അതെയാ ആ ചില ആളുകൾക്ക് പനിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ആ ആ അപ്പൊ പോകുന്ന വഴി പനിക്കുള്ള ഗുളിക വാങ്ങിച്ചിട്ട് പൊക്കോണം. ഓ ഇവിടുന്ന് തരൂല്ല. തീർന്നതാണ്. നാളെ വരൂ. അങ്ങോട്ടിരുന്നു അങ്ങോട്ടിരുന്നു. കുത്താൻ പോകണേ. ആ ആ ഒന്നുമില്ല. ആ കഴിഞ്ഞു. ഓക്കെ കഴിഞ്ഞ് ഇനിയേ ഇത് തിരുമ്മരുത് കേട്ടാ. പിന്നെ ചെറുതായിട്ട് വല്ല ഇറിറ്റേഷൻ ഒക്കെ തോന്നുകയാണെങ്കിൽ ചൊറിയൊന്നും ചെയ്യരുത്. ആ 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കണേ. ആ ഇരിക്കുമ്പോഴേ ശരി ചേട്ടാ ഇവിടെ നോക്കി ഇരിക്കുമ്പോ ദേ ഇങ്ങനെ കാണിക്കണം ആ ആ കേട്ടാ. ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ആ അവിടെ ഇരുന്നോ, പുറത്തിരുന്നോ കേട്ടോ. ആ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി. ഇനി ആളില്ല, ഇന്നത്തെ കഴിഞ്ഞു സാറേ. കഴിഞ്ഞ അതേ മണി ഇപ്പൊ 6 ഇനി ഉച്ചക്ക് കൊണ്ടുവന്ന ചോറ് എന്ത് ചെയ്യാനാണ്, കഴിക്കാൻ പറ്റുമോ? ഉച്ചക്കല്ലേ തിന്നാതെ ഉള്ളു. ഞാൻ രാവിലെ ഇട്ട് വെച്ചിട്ടില്ല. എള്ളോണങ്ങനെ എണ്ണക്കാണ്, പാറ്റക്കാട്ടോണങ്ങനെ എന്തിനാന്നാണ് ഞാൻ ആലോചിക്കണം. എന്ത് നമ്മള് മുഴുവൻ പണിയെടുക്കണം, സർട്ടിഫിക്കറ്റിൽ പേര് മണ്ടുവിന്റെ മാത്രം. പിന്നെ ഭയങ്കര വലിയ കാര്യമായി പോയി. ഞാൻ അവിടെ പട്ടണ കിടന്ന് ചാവൂന്ന് എനിക്ക് തോന്നണേ. സാറേ വീഡിയോ ഒരു മനസ്സമാധാനമില്ല, വീട്ടിൽ പോയാലും ഇല്ല. ഭാര്യന്റെ അനിയത്തി ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാ. ഞാൻ ഇവിടെ പണിയെടുക്കുന്നുണ്ട്, നമുക്ക് ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കാൻ പറ്റുമോ? അത് നടക്കില്ല. ആദ്യം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് മെസ്സേജ് വേണം. വേണം, അതിന് മെനക്കെടണ്ടേ ഇത്. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ. ചില ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല സാറേ. കഴിഞ്ഞ ദിവസം ഒരു തള്ള വന്ന് എന്റെ മെക്കിട്ടുകയായിരുന്നു. നിങ്ങൾ കാണാൻ കൊള്ളാവുന്നവർക്കും പൈസക്കാർക്കും ഒക്കെ കൊടുത്തോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ചത്തോട്ടെ എന്ന്. അപ്പൊ ഈ സ്ലോട്ട് ക്ലീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകണ്ടേ. എന്നാ പിന്നെ നമുക്ക് പുറത്തുനിന്നൊരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പിരിയാം. അതല്ല, ആദ്യമൊക്കെ ജ്യൂസും ചായ ഒക്കെ തരാൻ പാർട്ടിക്കാരുണ്ടായി. ഇപ്പൊ തല്ലാൻ മാത്രമാണ് പാർട്ടിക്കാരെല്ലാരും കൂടി വരുന്നത്. ഇത് പറയണവർക്ക് കൊടുക്കാത്തോണ്ടേ ഒരു കലിയാണ് അവർക്ക് നമ്മളോട്. അത് നോക്കണ്ട, ജോലിയുടെ ഭാഗല്ലേ. സാറേ പോകുന്നതിന് മുമ്പ് ശ്വാസം വിളിച്ചോട്ടോ, ചത്തു.